ഏട്ടാ പറയൂ. എന്താ പരിപാടി? വിസയുടെ കാര്യം വല്ലതും നടക്കുവോ? ഞാൻ പറഞ്ഞ പേപ്പേഴ്സ് ഒക്കെ രാജ്യവങ്കലയിൽ കൊടുത്തിട്ടില്ലേ? ഒന്നും മിസ്സായിട്ടില്ലല്ലോ? ഏയ് ഇല്ലില്ല, പറഞ്ഞതൊക്കെ 2 കോപ്പിയുണ്ട്. ആ, പേപ്പേഴ്സ് എല്ലാം റെഡി ആവുമ്പോഴേക്കും ഞാൻ സബ്മിറ്റ് ചെയ്യാം. എന്തായാലും 1 month എടുക്കും. പറഞ്ഞു പറ്റിക്കില്ലല്ലോ അല്ലേ? അതിന് എന്റെ പേര് മോഹൻ എന്നല്ലല്ലോ. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. ഗൾഫിൽ കൊണ്ടുവരാന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു പറ്റിച്ചു. ഇന്നിപ്പൊ ഞാൻ കൊണ്ടുവരേണ്ട അവസ്ഥയായി. മതി മതി, എന്ത് ചെയ്യാ അവിടെ? ഞാനിവിടെ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കിക്കൊണ്ടിരിക്കുക. മക്കളെവിടെ? അവര് കളിക്കാൻ പോയി. ആണോ? എങ്കിൽ ഞാൻ അവരെ രാത്രി വിളിക്കാം. എന്നാ ശരി, നിന്റെ പണി നടക്കട്ടെ. ശരി ഏട്ടാ. ജീവിതം ഇനി എങ്ങനെയെന്ന് യാതൊരു ഉറപ്പുമില്ലാതെ ഞാൻ കടലും കടന്ന് ഇവിടെ കാലുകുത്തി. പ്രാരാബ്ദങ്ങളുടെ ഒരു വലിയ കണക്ക് മാത്രം കൊണ്ട് നാടും വീടും വീട്ടുകാരെയും ജീവന്റെ ജീവനായ മക്കളെയും പിരിഞ്ഞ് തനിച്ചാണ് ഇനിയുള്ള യാത്ര. അവൻ സ്വന്തമായിട്ട് ചെയ്യുന്നതല്ലേ? സൗണ്ട് ഒന്ന് കുറച്ച് വെച്ചൂടെ? അറ്റ്ലീസ്റ്റ് ഈ ഡോറെങ്കിലും ഒന്ന് ക്ലോസ് ചെയ്യാം. You can enjoy, but in your limits without disturbing others. I also love music. I also enjoy it. But I don't do anything which causes disturbance to others. ആരാ? ഞാൻ പ്രിയ, പുതിയ സ്റ്റാഫാണ്. ഡ്രൈവർ എന്നിവിടെ ഇറക്കിയിട്ട് പോയായിരുന്നു. ഫ്ലാറ്റ് ഇതാന്ന് പറഞ്ഞിരുന്നു. ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലേ? ആ അതെ. ഓക്കെ, വന്നോളൂ. ആ ഇതാ നിങ്ങളുടെ റൂം. ഹായ്, ഞാൻ പ്രിയ. മാം പറഞ്ഞു ഇതാ റൂമെന്ന്. പുതിയ സ്റ്റാഫാണ്. सॉरी मुझे समझ नहीं आ रहा आप क्या बोल रहे हो। അയ്യോ, പ്രിയ റൂം മലയാളിയല്ലേ? नो आई एम नॉट अ मलयाली। അയ്യോ, आप थोड़ा वेट करो, मैं मैम से पूछ कर आती हूँ, ठीक है? यू जस्ट वेट। मैम, ये जो आई है लड़की, आई कांट अंडरस्टैंड व्हाट शी इज। I am busy. I have to go for work. Sorry, ma'am is busy. She's getting ready for work. You do one thing. You keep your bag that side, and if you want to get fresh, there is a washroom, so you can get fresh.
ഇന്നെനിക്ക് ആദ്യ ശമ്പളം കിട്ടി. മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. കിട്ടിയ തുകയിൽ വളരെ ചെറിയ തുക മാത്രം ഞാൻ കരുതി. ബാക്കിയെല്ലാം നാട്ടിലേക്ക് അയക്കാൻ ഞാൻ എക്സ്ചേഞ്ചിലെത്തി. അവിടുന്ന് ഇറങ്ങിയ ഉടനെ ഞാൻ ഏട്ടനെ വിളിച്ചു. സന്തോഷത്തിൻ്റെ ആയുസ് ആ കോൾ കഴിഞ്ഞതും തീർന്നു. അയച്ച തുക കുറഞ്ഞു എന്നുള്ള പരാതി അതെന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. കൂടെ താങ്ങി നിർത്താൻ ആരും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ സങ്കടം ഞാൻ തന്നെ ഒതുക്കി. ശ്രവ്യ, ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാമേ. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. Okay. എടി ശ്രവ്യ, എൻ്റെ ഫസ്റ്റ് സാലറി വന്നു. Oh, I'll just call you back, okay? I'll just call you back. That's good. That's so great. I want party, okay? First time അല്ലേ, നമുക്ക് സെലിബ്രേറ്റ് ആക്കണം. നിന്നെ പോലെ അടിച്ചു പൊളിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് മോളെ. പക്ഷെ എന്ത് ചെയ്യാനാ, ഒരുപാട് പ്രാരാബ്ദങ്ങൾക്കിടയിൽ നിന്നാണ് ഞാൻ വരുന്നത്. മക്കളുടെ പഠിത്തം, ഏട്ടനാണെങ്കിൽ ജോലി ആയിട്ടില്ല. എത്രയും വേഗം ഏട്ടനൊരു ജോലിയൊക്കെ റെഡിയാക്കിയിട്ട് വേണം ഉടനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. It's okay. എല്ലാം ശരിയാകും. ഞാൻ കാരണം നീയും കൂടി ബോറടിച്ചു അല്ലേ? No, it's okay. പക്ഷെ പ്രിയ, you have to be bold. നീ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന പിന്നെ എങ്ങനെ നടക്കുക? Be little strong. ആഹാ, നീ മലയാളമൊക്കെ പഠിച്ചല്ലോ. നീയും ഇപ്പൊ ഹിന്ദി എല്ലാം പഠിച്ചല്ലോ. Wait, okay, wait, just wait. See, try this. It will look good on you. നന്നായിട്ടുണ്ട്. It's a gift from my side. താങ്ക് യു. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. സാലറി ഒക്കെ വന്നതല്ലേ, നാട്ടിലേക്ക് കാശ് അയക്കാനുണ്ട്. സാധനങ്ങളും വാങ്ങിക്കണം. Okay. ശരി എന്നാ. ഇന്നേക്ക് 1 വർഷമായി ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പിരിഞ്ഞിട്ട്. കാര്യങ്ങളെല്ലാം ഒരുപാട് മാറി. ഞാനിന്ന് ചങ്കുറപ്പുള്ളൊരു പെണ്ണായി മാറിയിരിക്കുന്നു. ഇപ്പോഴെനിക്ക് തലയുയർത്തി നടക്കാം. എൻ്റെ പാറൂനെയും കുഞ്ഞൂനെയും കാണാൻ ഇനി 1 വർഷം കൂടി കാത്തിരിക്കണം ഈ അമ്മയ്ക്ക്. ആ മോളെ, ആ അങ്കിളെ, അങ്കിള് നിങ്ങളുടെ ഹോസ്പിറ്റലിന്റെ താഴെ ഉണ്ട് കേട്ടോ. താഴെ എത്തിയോ? ഞാൻ എന്താ വരുന്നേ. ഓക്കെ ഓക്കെ. അയ്യോ, മേലേ എൻ കണ്ണിൽ ചിമ്മും താരജാലങ്ങൾ, ദൂരെ എൻ നെഞ്ചിൽ വിങ്ങും